Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, miss. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്? പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ഓർമ്മയുണ്ടോ? ഓക്കെ. നമ്മ JCI അക്രഡിറ്റേഷൻ ആണല്ലേ എടുക്കുന്നത്, അല്ലേ? ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? JCI കമ്മീഷൻ ഇന്റർനാഷണൽ. കഴിഞ്ഞ ദിവസം കോൺവെക്കേഷൻ പ്രോഗ്രാമിന് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? 8th ബാച്ചിലെ കുട്ടികൾക്ക് കോൺവെക്കേഷൻ ആയിരുന്നല്ലോ തേഴ്സ്ഡേ. ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ആരില്ല ഇതില്ല? മിസ് എവിടെ വരെ എടുത്തേക്കില്ല? ഇവിടെ ഈ ഒരു പാരഗ്രാഫ് അല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്തിട്ടാവും അല്ലേ? Joint Commission accreditation is recognized as a symbol of quality that reflects an organization's commitment to meeting specific performance standard. അവിടെ മുതലേ എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? നമ്മുടെ JCI എന്ന് പറഞ്ഞാൽ എന്താണ്? US ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റബിൾ എന്താണ് അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ? ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും മാത്രം എയിം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് നമ്മുടെ ഈ JCI. അക്രഡിറ്റേഷൻ പ്രോസസ്സ് മാത്രമാണോ നടത്തുന്നത്? നമ്മ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്. അക്രഡിറ്റേഷൻ പ്രോസസ്സ് മാത്രമാണോ? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? എഡ്യൂക്കേഷൻ, അഡ്വൈസറി സർവീസസ്, പിന്നെന്താണ് പബ്ലിക്കേഷൻസ്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ JCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാലോ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. Okay.
ഇതിൽ പറയുന്നു നോക്കിയേ, ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ സിംബൽ ഓഫ് ക്വാളിറ്റി ദാറ്റ് റിഫ്ലെക്ട്സ് an organization commitment to meeting specific performance standard അല്ലെ. എന്തിനുള്ള ഒരു സിംബൽ ആയിട്ടാണ് നമ്മുടെ അക്രഡിറ്റേഷൻ നിലകൊള്ളുന്നത്? ആ ഒരു എന്താണ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവരുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, പ്രകടന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സിംബൽ ആയിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? അക്രഡിറ്റേഷൻ പ്രവർത്തിക്കുന്നു അല്ലെ. ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല, ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ അറിയാലോ, ആസ്റ്റർ, ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഒക്കെ കേട്ടിട്ടില്ലേ, അഹല്യ ഐ കെയർ ഹോസ്പിറ്റലാ. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ എന്ത് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ അല്ലെ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ, അവിടെ നിന്ന് കൊടുക്കുന്ന കെയർ എങ്ങനെയുള്ളതായിരിക്കും? പേഷ്യന്റിന്റെ സേഫ്റ്റിയും പിന്നെന്താണ് ക്വാളിറ്റിയും മുൻനിർത്തിക്കൊണ്ടായിരിക്കും അവിടുത്തെ പ്രകടനങ്ങൾ നടക്കുന്നത് അല്ലെ, പെർഫോമൻസ് നടക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മ വിപണിയിൽ മാർക്കറ്റിന് സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ? അപ്പൊ ചിലതും എന്തുണ്ടാവും? ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ FSSAIയുടെ സിമ്പൽ ഉണ്ടാവും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊക്കെ? അതല്ല, വേറെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്? ISIയുടെ സിമ്പൽ ഉണ്ടാവും അല്ലേ? ISIയുടെ സിമ്പിൾ ഉണ്ട്. അപ്പൊ അതെന്താണ്? ആ ഒരു സിമ്പിൾ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്ന? ആ ഒരു നമ്മ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് അല്ലെ, സേഫ്റ്റി, നമ്മ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് സുരക്ഷിതത്വമുണ്ട്, അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത് നമ്മ ആ ഒരു സിമ്പിൾ കാണുമ്പോൾ? ആണോ? അപ്പൊ അതേപോലെ എന്താണ്, നമ്മ ഒരു ഹോസ്പിറ്റല് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്രഡിറ്റേഷൻ എങ്ങനെ നിലകൊള്ളുന്നു? ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, സർവീസുകള്, കെയേഴ്സ് അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയുള്ളതാണെന്ന്? ക്വാളിറ്റി ഉള്ളതും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നതുമാണ് എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യല്ലേ, നമ്മ മനസ്സിലാക്കിയല്ലേ ചെയ്യുന്നത്? ആണോ? അപ്പൊ ഇതില് പറയുന്നത് എന്താണ്? ഇതില് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് പെർഫോമൻസ് അല്ലെ, പെർഫോമൻസ് സ്റ്റാൻഡേർഡുകള് പേഷ്യൻസിന്റെ സേഫ്റ്റിയും സുരക്ഷിതത്വവും ഉറപ്പ് നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് ഈ ഒരു അക്രഡിറ്റേഷൻ എന്താണ് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിക്കുന്നത് അങ്ങനെയുള്ള ഒരു സിംബലായി പ്രവർത്തിക്കുന്നു, നിലകൊള്ളുന്നു. ഓക്കെ ആണോ? Next, to earn and maintain the Joint Commission's Board seal of approval, an organization must undergo a rigorous on-site survey by a Joint Commission survey team at least every 3 years. എന്താണ് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലില് നമുക്ക് അക്രഡിറ്റേഷനുള്ള ആ ഒരു ഗോൾഡ് സീല് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിഗറസ് ആയിട്ടുള്ള ഓൺസൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ അക്രഡിറ്റേഷൻ സർവേയേഴ്സ് വന്ന് അവിടുത്തെ പ്രകടനങ്ങൾ, അവിടുത്തെ സർവേ സ്റ്റാൻഡേർഡുകൾ വിലയിരുത്തിയതിനു ശേഷമല്ലേ നമുക്ക് അക്രഡിറ്റേഷൻ നൽകുകയുള്ളൂ, ഇല്ലേ? ആണോ? ആണ് അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഒരു അക്രഡിറ്റേഷന്റെ ഗോൾഡ് സീൽ അപ്രൂവല്, ഇപ്പൊ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയില്ലേ, അതാണ് ഗോൾഡ് സീൽ അപ്രൂവല്. നമുക്കിപ്പോ ISI അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ ഒരു പ്രോഡക്റ്റിന് ISI അംഗീകാരം ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്രോഡക്റ്റിന്റെ പുറത്ത് ISI എന്നുള്ള മുദ്ര ഉണ്ടാവും അല്ലേ? ആണോ? മുദ്ര ഉണ്ടാവും അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ഹോസ്പിറ്റലിന് ആ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു റിവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഗോൾഡ് സീൽ അപ്രൂവൽ. ഒരു മിനിറ്റ് കേട്ടോ.
കണ്ടോ? ഗോൾഡ് സീൽ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ നോക്കാം കേട്ടോ, അവിടെയൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് കാണാൻ പാകത്തിന് കേട്ടോ, ഇതിന്റെ പ്രിന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. അപ്പൊ നോക്കിയേ, ആ ഒരു ഗോൾഡ് സീൽ അപ്രൂവല് ആ ഒരു ഹോസ്പിറ്റലിൽ ലഭിക്കാനും ഏൺ ചെയ്യാനും അത് നിലനിർത്താൻ അല്ലെ, ഇപ്പൊ നമുക്കറിയാം അത് നമുക്ക് ഒരു തവണ ഒരു ഓൺസൈറ്റ് സർവേ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ നിലനിൽക്കുന്ന കാലത്തോളം നമുക്കത് കൊണ്ടുപോകാൻ പറ്റുമോ? ആ ഒരു അക്രഡിറ്റേഷൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിന്റെ ആ ഒരു കാലയളവ്, ഒരു അക്രഡിറ്റേഷന്റെ കാലയളവ് എന്ന് പറയുന്നത് എത്രയാണ്? 4 വർഷമാണ് അല്ലെ. അല്ലേ, വാലിഡിറ്റി 4 വർഷമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? 3 വർഷം കഴിയുമ്പോൾ നമ്മ വീണ്ടും അതിനു വേണ്ട പേപ്പർ വർക്ക്സുകളൊക്കെ ചെയ്ത് അക്രഡിറ്റേഷൻ പ്രോസസ്സ് വീണ്ടും നടത്തണം അല്ലെ. അക്രഡിറ്റേഷന് വേണ്ട ഈ ഒരു ഇവാലുവേഷൻ 4 വർഷമാണ് നമുക്കത് ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്നത്. 3 വർഷം ആകുമ്പോഴേക്കിനും നമുക്ക് നെക്സ്റ്റ് അക്രഡിറ്റേഷന് വേണ്ട പേപ്പർ വർക്ക്സുകളും അക്രഡിറ്റേഷൻ പ്രോസസ് ഒക്കെ തുടങ്ങുന്നു. ഈ ഒരു അക്രഡിറ്റേഷൻ കഴിയണമെങ്കിൽ ഒരു 8 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓൺസൈറ്റ് സർവേയിലൂടെയാണ് അക്രഡിറ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ നമുക്ക് അത് കിട്ടിക്കഴിയുമ്പോഴും 1 വർഷം പിടിക്കില്ലേ? ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിയുമ്പോൾ 1 വർഷം കൂടി പിടിക്കില്ലേ? 4 വർഷമാണ് കേട്ടോ. അപ്പൊ ആ ഒരു 3 വർഷം ആകുമ്പോ നമ്മൾ വീണ്ടും അക്രഡിറ്റേഷനുള്ള പേപ്പർ വർക്ക്സുകളും എല്ലാം നമുക്ക് ആ ഒരു ടൈമിങ്, നമുക്ക് വീണ്ടും അക്രഡിറ്റേഷൻ നടക്കാനുള്ള ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സർവേയർ വന്ന് നമ്മുടെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വന്ന് അവരുടെ ഓൺസൈറ്റ് സർവേ നടത്തി ഒരു 6 മാസം, ഒരു 8 മാസത്തോളം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമൊക്കെയാണ് നമുക്ക് വീണ്ടും അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് 1 വർഷം കൂടി വേണമല്ലോ. അതാണ് 4 വർഷമാണ് ആ ഒരു അക്രഡിറ്റേഷൻ കാലയളവ് എന്ന് പറയുന്നത്, ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കി നിങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ, അക്രഡിറ്റേഷന്റെ ആ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാനുള്ള കാലയളവ് എങ്ങനെയാണ്, എത്ര സമയമാണെന്നൊക്കെ ഇതിൽ തന്നെ ഇനി നെക്സ്റ്റ് ഭാഗങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മുടെ ജോയിന്റ് കമ്മീഷന്റെ ഗോൾഡ് സീൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്താണ് നിർബന്ധമായിട്ടും കഠിനമായിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള ഒരു ഓൺസൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യണം അല്ലെ, നടത്തണം. പിന്നെ എന്താണ്, അറ്റ്ലീസ്റ്റ് എവറി 3 years അല്ലെ, ഓരോ 3 വർഷം കൂടുമ്പോഴും അവരെന്ത് നടത്തണം? ഈ ഒരു അക്രഡിറ്റേഷന്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ ഒരു റീസർവേ നടത്തേണ്ടത് ആവശ്യമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? JCI is a benchmark for quality healthcare worldwide അല്ലെ. എന്താണ് നമ്മ പറഞ്ഞു? JCI എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് എന്ത് ലെവലിലാണ് ആ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ. അല്ലെ, അപ്പൊ എന്താണ്? വേൾഡ് വൈഡ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന് എന്താണ്? വേൾഡ് വൈഡ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് കിട്ടുന്നതല്ലേ, അവിടെ നിന്ന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകൾ അല്ലെങ്കിൽ അവർ പാലിക്കുന്ന സ്റ്റാൻഡേർഡുകൾ ക്വാളിറ്റി ഉള്ളതാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ് അല്ലെ അക്രഡിറ്റേഷൻ അല്ലേ. എന്താണ് നമ്മുടെ JCI എന്ന് പറയുന്നത്? നമ്മുടെ ലോകമെമ്പാടുമുള്ള അല്ലെ, വേൾഡ് വൈഡ് ആ ഒരു ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങള് ക്വാളിറ്റി ഉള്ളതാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ്, ഒരു അടയാളമാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് we have met the international set of standards led by JCI covering infection control, facility safety, medication management, patient safety, quality of care and evidence based practice guidelines അല്ലേ. എന്താണ് നമ്മുടെ JCI we have met the international set of standards. നമ്മുടെ JCI നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്
എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ജെസിഐയുടെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ അല്ലെ പാലിച്ചാൽ മാത്രമല്ലേ അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ജെസിഐ പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ നിലവാരം. നമുക്ക് എന്താണ് ക്വാളിറ്റി അഷുറൻസ് നാബ് പഠിച്ചപ്പോ ഒരുപാട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ, ഓർമ്മയുണ്ടോ? അതില്ല 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു, ഓർമ്മയുണ്ടോ? ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട്, ഫാർമസിയുമായി ബന്ധപ്പെട്ട് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്, അനസ്തീഷ്യയുമായി ബന്ധപ്പെട്ട്, ഐസിയുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് നമ്മുടെ ഈ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിലെ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയാസിൽ മാത്രമാണ് ബാധകമായിട്ടുള്ളത് ആണോ? അല്ല അല്ലെ. എന്താണ് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ ഈ സ്റ്റാൻഡേർഡുകൾ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് വി ഹാവ് മെറ്റ് ദ ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെ. എന്താണ് ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ പാലിക്കണം അല്ലെ. എവിടെയൊക്കെ? ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട്, ഫെസിലിറ്റി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് നൽകുന്ന സൗകര്യങ്ങളുടെ സേഫ്റ്റിയിൽ അല്ലെ നമുക്ക് ഒരുപാട് എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ തരുന്നുണ്ട്, ലാബ് ടെസ്റ്റുകളുടെ അങ്ങനെ ഒരുപാട് സർവീസുകൾ തരുന്നുണ്ട് അല്ലെ. ആ ഫെസിലിറ്റീസിൽ എന്ത് നടത്തണം? സേഫ്റ്റി ഉറപ്പുവരുത്തണം അല്ലെ. അനസ്തേഷ്യ, ICU അല്ലെ, അതൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഫെസിലിറ്റീസും ട്രീറ്റ്മെന്റുകളും അല്ലേ. ICU ഇന്റർനെറ്റ് അല്ലെ. അപ്പൊ എന്താണ് ഫെസിലിറ്റി സേഫ്റ്റി. പിന്നെന്താണ് മെഡിക്കേഷൻ മാനേജ്മെന്റ് അല്ലെ. നമുക്ക് അവിടെ ഫാർമസിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ അസുഖത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ട് അല്ലെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ തരുന്നുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, ഔട്ട് പേഷ്യന്റിൽ അല്ലെ. ഏതൊരു സെക്ഷനിലാണെങ്കിലും നമുക്ക് അവിടുന്ന് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? അപ്പൊ എന്താണ് മെഡിക്കേഷൻ മാനേജ്മെന്റിൽ ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം അല്ലെ. ഫാർമസിയിൽ ഈ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം. പിന്നെ എന്താണ് പേഷ്യന്റ് സേഫ്റ്റിയിലെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിലോ. പിന്നെ നമ്മ പറയാറുണ്ട് അല്ലെ പേഷ്യന്റ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എൻവിയോൺമെന്റ്, എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കില്ലേ? ബാധിക്കോ? പേഷ്യന്റിന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെ, പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളില് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളിലെ ഗുണനിലവാരങ്ങളില് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളില് ഗുണനിലവാരങ്ങളിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ മിസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാണ്, നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത് സ്റ്റഡ് ഇടും അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ ഹാർട്ടിന്റെ ആ ഒരു ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സ്റ്റഡ് തന്നെ നമ്മുടെ മാർക്കറ്റിൽ പല റേറ്റിന് കിട്ടുന്നതുണ്ട്. ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതുമായ സ്റ്റഡുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിടുന്ന ആ സ്റ്റഡ് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിലോ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ? വരും അല്ലേ. പ്രോബ്ലംസ് വരും അല്ലെ. അപ്പൊ എന്താണ് ആ പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണങ്ങളുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ പാലിക്കാനുണ്ട് അല്ലെ. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകള് ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് അല്ലെ. എന്താണ് നമ്മ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കേണ്ട പ്രവർത്തനങ്ങൾ, ഓപ്പറേഷൻസ് എങ്ങനെയുള്ളതായിരിക്കണം? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിരിക്കണം അല്ലെ. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള പരിശീലനങ്ങളായിരിക്കണം അല്ലെ. ഇപ്പൊ ഒരു ഇൻഫെക്ഷൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കൊറോണയുടെ സമയത്ത് ആ ഒരു ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് അതിനു വേണ്ട ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? അവർ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിച്ചാല് മറ്റുള്ളവരെ ആ ഒരു ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നു. ആ ഒരു രോഗിയുമായി സമ്പർക്കം പുലർത്തുന്ന എന്താണ് നഴ്സുമാര് എന്താണ് സർജിക്കൽ മാസ്കുകൾ ധരിക്കുക, PPE കിറ്റുകൾ ധരിക്കുക എന്നുള്ള അവർ എന്തിന്റെ ബേസിസിലാണ് അങ്ങനെ ഒരുപാട്
ഇത് പറഞ്ഞത്, റെസ്ട്രിക്ഷൻസ് പറഞ്ഞത്? എവിഡൻസ് ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അങ്ങനെ അവര് ആ ഒരു നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാലോ, സ്പ്രെഡ് ചെയ്യുന്നത് തടയാലോ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസുകളിലും ഒരുപാട് നമ്മുടെ ജെസിയുടെ സ്റ്റാൻഡേർഡ്സുകൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ ആണോ? എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലെ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട്, ഫെസിലിറ്റി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, മെഡിക്കേഷൻ അതായത് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട്, അവർക്ക് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പരിചരണങ്ങളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിരിക്കണം അല്ലെ, തെളിവ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലെ എല്ലാം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഈ നമ്മുടെ ജെസിഐ പറയുന്ന സ്റ്റാൻഡേർഡുകൾ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ദിസ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡ്സ് testimony to our commitment towards patient safety and continuous quality improvement അല്ലെ. ഇതെന്താണ്? ഒരു ടെസ്റ്റിമണി ആയിട്ട് നിലകൊള്ളുന്നു അല്ലെ. സ്റ്റാൻഡ്സ് ടെസ്റ്റിമണി എന്താണ്? സാക്ഷ്യപത്രമായിട്ട് നിലകൊള്ളുന്നത്. എന്തിനുള്ള സാക്ഷ്യപത്രമാണ് നമ്മുടെ ഈ ഒരു അക്രഡിറ്റേഷൻ എന്നുള്ളത്? എന്തിനുള്ള സാക്ഷ്യപത്രമാണ്? ആ ഒരു ഹോസ്പിറ്റലിന് എന്തിനുള്ള സാക്ഷ്യപത്രമാണ്? ആ ഒരു ഹോസ്പിറ്റലിൽ എന്താണ്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും പിന്നെ എന്താണ്? ക്വാളിറ്റി അല്ലെ, കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകളും നടപ്പിലാക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സാക്ഷ്യപത്രമായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിലകൊള്ളുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? മിസ് പറഞ്ഞ ഇത്ര എടുത്തത് ഓക്കെ ആണോ? നെക്സ്റ്റ് ഹിസ്റ്ററി അല്ലെ. നമ്മൾ എന്തൊരു കാര്യം എടുത്താലും നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഫസ്റ്റ് തന്നെ പഠിച്ചത് എന്താ? ഹിസ്റ്ററി ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ഹിസ്റ്ററി പഠിച്ചു അല്ലെ. എന്ത് കാര്യം എടുത്താലും അതിനൊരു ചരിത്രം ഉണ്ടാവും. അത് സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് ഒരു കാരണം അല്ലെ? ഒരു കോഴ്സ് ഉണ്ടാവും അല്ലെ. ഉണ്ടാവോ? ഉണ്ടാവും. അതേപോലെ എന്താണ് നമ്മുടെ ജെസിയെ സ്റ്റാർട്ട് ചെയ്യാനും ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാല് എന്താണ്? 1910 and 1913 concerned for the quality of care in യുഎസ്എയിലെ ഹോസ്പിറ്റലുകളിൽ ഒരു ആശങ്ക നിലനിർത്താം. അവിടുത്തെ ആളുകൾക്കിടയിൽ, ഡോക്ടേഴ്സിന്റെ ഇടയിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കാണ്. 1910-13 ആ ഒരു കാലയളവിൽ എന്താണ് അവിടെ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന പരിചരണങ്ങള് ക്വാളിറ്റി ഉള്ളതാണോ, ഗുണനിലവാരമുള്ളതാണോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലകൊണ്ടു. ഓക്കെ ആണോ? 1910-13 കാലഘട്ടങ്ങളില് യുഎസ്എയില് അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയില് എന്താണ് ആശുപത്രി പരിചരണത്തിന്റെ നിലവാരത്തില് ഒരു ആശങ്ക രൂപപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? 1910 ഏണസ്റ്റ് എ കോഡ്മാൻ ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്. ഈ ഏണസ്റ്റ് എ കോഡ്മാൻ എന്ന് പറഞ്ഞാല് ഒരു അമേരിക്കൻ സർജൻ ആണ് കേട്ടോ. അമേരിക്കൻ
സർജൻ ആണ്. അദ്ദേഹം എന്താണ് അനസ്തേഷ്യോളജി, റേഡിയോളജി, നമ്മുടെ ഓർത്തോപീഡിക് ഓങ്കോളജി, തോളിൽ ശസ്ത്രക്രിയ നടത്തുക, അതിലൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള, നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ഒരു സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു സർജനാണ് ഏണസ്റ്റ് എ കോൾമാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഓൺ റിസൾട്ട് അല്ലെ, നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം ഉണ്ടാവുമല്ലോ, നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാണ്, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഓപ്പറേഷൻ ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ ആരെന്തിലേക്കാണ് ഫോക്കസ് ചെയ്തത്? ഓൺ റിസൾട്ട് അല്ലെ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഔട്ട്കം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്തായിരിക്കും? ഔട്ട്കം എന്തായിരിക്കും? രോഗം ഭേദമാകുക അല്ലെ, ക്യൂർ ചെയ്യുക അല്ലെ, അല്ലേ? ആണോ? ക്ലിയർ ആയില്ലേ? ഏണസ്റ്റ് എ കോൾമാൻ ഫോക്കസ്ഡ് ഓൺ റിസൾട്ട്. എന്താണ് അദ്ദേഹം എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തത്? നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകളിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, ക്വാളിറ്റി ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും? അവിടെ നിന്ന് ആ ഒരു ട്രീറ്റ്മെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്കമിന്റെ ബേസിസിലല്ലേ, അല്ലേ? ക്ലിനിക്കൽ ഔട്ട്കമിന്റെ ബേസിസിലല്ലേ? ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്ത് ചെക്കപ്പുകൾ നടത്തി ഒരുപാട് മരുന്നുകൾ ചെയ്തിട്ടും നമുക്ക് അവിടുത്തെ എന്താണ് നമ്മുടെ അസുഖം ഭേദമായില്ല, നമ്മ പറയോ? അവിടുത്തെ പ്രവർത്തനങ്ങളിലെ ക്വാളിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പറയോ നമ്മ? നമ്മുടെ നില വീണ്ടും വഷളായാലും നമ്മ പറയോ? ഇല്ല അല്ലെ? അപ്പൊ എന്തിന്റെ ബേസിസിലാണ് നമ്മ എപ്പോഴും അത് ക്വാളിറ്റി ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയുന്നത്? എന്തിന്റെ ബേസിസിലാണ് ഒരു ഹോസ്പിറ്റലിനെ നമ്മ പറയുന്നത്? ഔട്ട്കമിന്റെ ബേസിസിലാണ് അല്ലെ? അപ്പൊ അതേപോലെ എന്ത് ചെയ്തു? ഏണസ്റ്റ് എ കോൾമാൻ എന്ന അമേരിക്കൻ സർജന് ആ ഒരു റിസൾട്ടിൽ അല്ലെ, ആ ഒരു ക്ലിനിക്കൽ ഔട്ട്കംസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് 1988. നിങ്ങളുടെ ജെസിയുടെ ഹിസ്റ്ററി പഠിച്ചിട്ടില്ലേ? ആദ്യം പഠിച്ചിട്ടുണ്ടോ? ഇതിക്ക് മുമ്പ് നമ്മുടെ ഇതിലുണ്ടായല്ലോ അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റിൽ ഉണ്ടായില്ലേ മക്കളെ? ക്വാളിറ്റി മാനേജ്മെന്റില്. അപ്പൊ ഇത് എന്ത് ചെയ്തു? നെക്സ്റ്റ് 1918 ആയപ്പോൾ എന്ത് ചെയ്തു? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ began a hospital standardization program അല്ലെ, നമ്മുടെ ഈ ഒരു അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എല്ലാവരും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോഗ്രാം 1918 സ്റ്റാർട്ട് ചെയ്തു, തുടക്കം കുറിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? 1951 ആയപ്പോൾ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോർമഡ് ടു കണ്ടിന്യൂസ് ദ ചലഞ്ച് അല്ലെ, ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള ആശങ്ക, അല്ലെങ്കിൽ നമ്മ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന സർവീസുകള് സേഫ്റ്റി ഉണ്ടോ എന്നുള്ള ആശങ്ക എന്താണ്? ശരിക്കും ഒരു ചലഞ്ചാണ് അല്ലെ, വെല്ലുവിളിയല്ലേ? ആ ഒരു ഹോസ്പിറ്റലിൽ നേരിടുന്ന ഒരു വെല്ലുവിളിയാണോ അല്ലേ? അപ്പൊ ആ ഒരു ചലഞ്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ അമേരിക്കൻ കോളേജ് ഓഫ് സർജനും കുറെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഒക്കെ കൂടി ചേർന്ന് എന്ത് നമ്മുടെ 1951 ആയപ്പോൾ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, തുടക്കം കുറിച്ചു. ഓക്കെ ആണോ? അത്രയും വരെ. അപ്പൊ 1951 ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ആണോ സ്റ്റാർട്ട് ചെയ്തത്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അല്ല, ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. നോട്ട് ചെയ്യേണ്ടത് ഇത്രയൊക്കെയാണോ? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1951. ഇത്രയൊക്കെയല്ലേ മക്കളെ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Next, founded in, established in 1994, the Joint Commission International works with the healthcare organization from more than 100 countries. 1994 ആയപ്പോൾ നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്ഥാപിച്ചു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതെന്താണ്? വിത്ത്
JCI works with the healthcare organization. നമ്മുടെ JCI എങ്ങനെയാണ് US സ്റ്റേറ്റിൽ മാത്രമാണോ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? JCI കേട്ടോ, ജോയിന്റ് കമ്മീഷൻ അല്ല അല്ലെ, ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും അല്ലെ, പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും മുൻനിർത്തിക്കൊണ്ട് ഇന്റർനാഷണൽ ലെവലില് പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റബിൾ ബോഡിയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ 1994 എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് എന്താണ് ഇവർ വർക്ക് ചെയ്തത്? വർക്ക്സ് വിത്ത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഫ്രം മോർ ദാൻ 100 കൺട്രീസ് അല്ലെ, 1000-അധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അല്ലെ. ഇവരെങ്ങനെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്? അല്ല, ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ, അല്ലേ? അപ്പൊ ആ ഒരു ഓരോ രാജ്യത്തു നിന്നുള്ള സഹകരണം അവർക്ക് ആവശ്യമല്ലേ, അല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ്, 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ സംഘടനകളുമായി ചേർന്ന് 1994 ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒക്കെയാണോ? പ്രവർത്തനം ആരംഭിച്ചു. ഒക്കെയാണോ? ബാക്കി എല്ലാവർക്കും ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലല്ലോ? 94-ലാണ് നിങ്ങൾ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ വന്നത്. 1951-ലാണ് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ തുടങ്ങിയത് കേട്ടോ. നെക്സ്റ്റ് ഇതിൽ പറയുന്നത്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് നോൺ പ്രോഫിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ US. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് തന്നെ അല്ലെ, എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പ് നൽകുന്ന അല്ലെ, ബേസ് ചെയ്തിട്ടുള്ള എന്താണ് ലാഭേച്ഛയില്ലാത്ത നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വേൾഡ് ലീഡിംഗ് ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. US ബേസ് ചെയ്ത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ വേൾഡ് ലീഡിംഗ് അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. JCI accreditation is recognized as a symbol of quality. നേരത്തെ പറഞ്ഞത് തന്നെ ഈ സെന്റൻസ് തന്നെ നമുക്ക് കഴിഞ്ഞ പാരഗ്രാഫിലും പറഞ്ഞു അല്ലെ. എന്താണ്? JCI accreditation is recognized as a symbol of quality that reflects an organization's commitment to meeting certain performance standards. നമ്മുടെ JCI പറയുന്ന എന്താണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, പ്രകടന മാനദണ്ഡങ്ങള് പാലിക്കുന്നതിനുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രതിബദ്ധതയെ അല്ലെ, കമ്മിറ്റ്മെന്റിനെ സൂചിപ്പിക്കുന്ന എന്താണ് ഗുണനിലവാരത്തിന്റെ ക്വാളിറ്റിയുടെ ഒരു പ്രതീകമായിട്ട് നമ്മുടെ JCI അക്രഡിറ്റേഷൻ നിലകൊള്ളുന്നു. ഓക്കെയാണോ? നമ്മുടെ സ്റ്റാൻഡേർഡുകൾ അല്ലെ, JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ പ്രകടന മാനദണ്ഡങ്ങള് പാലിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സൂചകമായി അല്ലെ, ഗുണനിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതീകമായി നമ്മുടെ JCI അക്രഡിറ്റേഷൻ നിലകൊള്ളുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, ടു ഏൺ ആൻഡ് മെയിൻറ്റെയിൻ ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. എന്താണ്? ടു earn and maintain the JCI accreditation and organization must undergo a rigorous on-site survey by Joint Commission survey team at least every 3 years അല്ലെ. ഓരോ 3 വർഷം കൂടുമ്പോഴും എന്താണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ ഏൺ ചെയ്യുന്നതിന് ലഭിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി JCI സർവേ ടീമിന്റെ ഒരു കഠിനമായിട്ടുള്ള ഓൺ സൈറ്റ് സർവേ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്
കണ്ടക്ട് ചെയ്യേണ്ടതാണ് അല്ലെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നുണ്ട്. നമുക്കത് ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യണം അല്ലെ? റിന്യൂ ചെയ്യണം. അതേപോലെ എന്താണ് ഈ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? പുതുക്കണം അല്ലെ? അത് അവർക്ക് തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അത് വീണ്ടും അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അവരെന്ത് ചെയ്യണം? 3 വർഷം കഴിയുമ്പോൾ ആ ഒരു റീസർവേ വീണ്ടും നടത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്താണെങ്കിലും പറയുന്നത് നമ്മുടെ JCI അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അല്ലെ, ആദ്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിന് ഏൺ ചെയ്യണമെങ്കിൽ ലഭിക്കണമെങ്കിലും അതല്ലെങ്കിൽ അത് തുടർന്ന് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ നിലനിർത്തണമെങ്കിലും നിർബന്ധമായിട്ടും ഓരോ 3 വർഷം കൂടുമ്പോഴും എന്താണ് JCIയുടെ സർവേ ടീമിന്റെ കഠിനമായിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള ഒരു എന്താണ് ഓൺസൈറ്റ് സർവേ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നടത്തണം. ഓക്കെ ആണോ? Next, achieving JCI accreditation may have profound impact on an organization medical practices, patient safety practices, structural safety, leadership involvement and business operation. എന്താണ് JCI അക്രഡിറ്റേഷൻ നേടുന്നതിന് നമുക്ക് ആ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ ആ ഒരു ഇത് നേടുന്നതിന് ഒരു സ്ഥാപനത്തിന്റെ മെഡിക്കൽ രീതികൾ അല്ലെ എന്താണ് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. JCIയുടെ സ്റ്റാൻഡേർഡുകൾ അല്ലെ ഒരു പ്രവർത്തനങ്ങളിൽ മാത്രമാണോ പാലിക്കേണ്ടത്? ആണോ? ആണോ? അല്ല അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റല് ഓവറോൾ പ്രവർത്തനങ്ങളില് ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അഗാധമായിട്ടുള്ള അല്ലെ പ്രൊഫണ്ട് ഇമ്പാക്ട് അല്ലെ? പ്രൊഫണ്ട് ഇമ്പാക്ട് അഗാധമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ? എന്തിലൊക്കെയാണ്? ഇമ്പാക്ട് ഓൺ ഇൻ ഓർഗനൈസേഷൻ മെഡിക്കൽ പ്രാക്ടീസസ് അല്ലെ? മെഡിക്കൽ പ്രാക്ടീസസിലുണ്ടോ? പിന്നെ എന്താണ് മെഡിക്കൽ പ്രാക്ടീസസ്? പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? സേഫ്റ്റി പ്രാക്ടീസസ് അവിടെ നിന്ന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ട്രീറ്റ്മെന്റുകളിൽ എല്ലാത്തിലും എന്ത് വേണം? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം അല്ലെ? സ്ട്രക്ചറൽ സേഫ്റ്റി അല്ലെ? സുരക്ഷാ ഘടന. ഇപ്പൊ നമുക്കറിയാം നമ്മ ഹോസ്പിറ്റലില് എന്താണ് അവിടുത്തെ എൻവിയോൺമെന്റ്, അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴും നമ്മൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പഠിച്ചു അല്ലെ? സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം പഠിച്ചപ്പോ പഠിച്ചു, ഫാർമസി പഠിച്ചപ്പോ പഠിച്ചു, ബ്ലഡ് ബാങ്ക് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് സ്ട്രക്ചറൽ സേഫ്റ്റി ഇല്ലേ ഓരോ സെക്ഷനിലും? ഉണ്ടോ? ഉണ്ട് അല്ലെ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചറൽ സേഫ്റ്റി, ലീഡർഷിപ്പ് ഇൻവോൾവ്മെന്റ് അല്ലെ? ആ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻവോൾവ്മെന്റിന്റെ കാര്യത്തില്, ബിസിനസ് ഓപ്പറേഷൻ അല്ലെ? അവിടുത്തെ ബിസിനസ് പ്രവർത്തനങ്ങളില് എല്ലാം നമ്മുടെ JCI അക്രഡിറ്റേഷൻ അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ ആണോ? ചില ഹോസ്പിറ്റലില് നമുക്കറിയാം ബിസിനസ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞത് ചില ഹോസ്പിറ്റലില് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. ചില ഹോസ്പിറ്റലില് എന്താണ് അവര് നമുക്ക് ഈ ശരിക്കും പറഞ്ഞാല് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയുള്ള ഒരു സർവീസ് ആണ്? സർവീസ് ആണ് അല്ലെ? ശരിക്കും സർവീസ് ആണോ? നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ആണോ? ലാഭേച്ഛയും പ്രതീക്ഷിക്കാത്ത ഒരു സർവീസ് ആണോ? അല്ലെ? അങ്ങനെയല്ല, പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ ശരിക്കും എങ്ങനെയാണ് കാണേണ്ടത്? ശരിക്കും നമ്മുടെ സാമൂഹിക മാനുഷിക പരിഗണന വെച്ച് എങ്ങനെയായിരിക്കണം?
സേവനമായിരിക്കണം അല്ലെ. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് സർവീസ് ആയിട്ടായിരിക്കണം അല്ലെ, സേവനമായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് സേവന മനോഭാവത്തോടെ നടത്തുന്ന ഹോസ്പിറ്റലുകളാണോ കാണുന്നത്? അല്ല അല്ലെ. പ്രോഫിറ്റ് മാത്രം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒക്കെയാണ് അല്ലെ കാണുന്നത്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളില് ബിസിനസ് ഓപ്പറേഷൻസില് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവില്ലേ? അധികമായിട്ടുള്ള ഫീസ് ഈടാക്കുക അല്ലെ, പേഷ്യന്റിൽ നിന്ന് അധികമായിട്ടുള്ള ഫീസ് ഈടാക്കുക അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ചെക്കപ്പുകൾ നടത്താം, ട്രീറ്റ്മെന്റുകൾ നടത്താം അല്ലെ. കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ആവശ്യമില്ലാത്ത രീതിയിൽ അവരിൽ നിന്ന് പൈസ ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഉണ്ടോ? അപ്പൊ എന്താണ് നമ്മുടെ JCI ഇങ്ങനെയുള്ള ബിസിനസ് ഓപ്പറേഷൻസിലും ലീഡർഷിപ്പ് ഇൻവോൾവ്മെന്റിൽ അല്ലെ. നമുക്കറിയാം മാനേജ്മെന്റ്, ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ, പർട്ടിക്കുലർ മാനേജ്മെന്റ് ഉണ്ടാവില്ലേ ഹെഡ് ആയിട്ട് അല്ലെ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ലീഡർഷിപ്പ് ഇൻവോൾവ്മെന്റില് നമ്മുടെ അവിടുത്തെ ഓരോ സ്ട്രക്ചർ അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫാർമസി ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ലബോറട്ടറി ഉണ്ട് അല്ലെ, ഒരുപാട് ആൻസിലറി സർവീസുകൾ ഉണ്ടോ ഹോസ്പിറ്റലില്? OPയും IPയും എല്ലാം ഉണ്ട് ഇല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് ഉണ്ട് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് അല്ലെ, ഒരുപാട് അതർ ഫെസിലിറ്റീസ് ഇല്ലേ ഹോസ്പിറ്റലില്. അപ്പൊ ഇവിടത്തേക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണ്ടേ? ഇവിടെ ഇങ്ങനെയുള്ള ആൻസിലറി സർവീസുകളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട പേഷ്യന്റിന്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എടുക്കുകയാണ് നമ്മൾ, ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകളെ ശരിയായ രീതിയിൽ അവര് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ആ ഒരു ഹോസ്പിറ്റലില്? ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്ത് വേണം? ഇങ്ങനെയുള്ള പ്രാക്ടീസുകളില് സേഫ്റ്റി ഉറപ്പുവരുത്തണോ? സ്ട്രക്ചറൽ സേഫ്റ്റി ഉറപ്പുവരുത്തണോ? അവിടുത്തെ പ്രവർത്തനങ്ങളില്, കൺസ്ട്രക്ഷൻസിൽ അല്ലെ, ഘടനയില് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചറൽ സേഫ്റ്റി, പേഷ്യന്റ് സേഫ്റ്റി പ്രാക്ടീസസ് അല്ലെ, എന്താണ് പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസുകള്, കെയേഴ്സ്, ട്രീറ്റ്മെന്റുകൾ, എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ, അതിലെല്ലാം എന്താണ് പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തണം. മെഡിക്കൽ പ്രാക്ടീസ് എങ്ങനെയുള്ളതായിരിക്കണം? എന്തെങ്കിലും ഇപ്പൊ വേണമെങ്കിൽ മതി എന്നുള്ള രീതിയിലാവണോ ഡോക്ടേഴ്സിന്റെ സർവീസ് കൊടുക്കുന്നത് പേഷ്യൻസിന്? മെഡിക്കൽ പ്രാക്ടീസ് പോരാ അല്ലെ. പേഷ്യന്റിനെ 100% സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന മെഡിക്കൽ പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന, പേഷ്യൻസിന് ലഭിക്കുന്ന മെഡിക്കൽ പ്രാക്ടീസുകൾ അല്ലെ. ആണോ? എന്താണ് ഉണ്ടാത്തത്? ആണോ? ആണ്. അപ്പൊ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകളെ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇപ്പൊ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ, ഇപ്പൊ സ്ട്രക്ചറൽ സേഫ്റ്റി, ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡയാലിസിസ്, അല്ലെങ്കിൽ നമ്മുടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള, എറേഴ്സ് ഉള്ളത്, പിറ്റ്ഫോൾസുകളുള്ള ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഈ JCI എന്താണ് JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അഗാധമായ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? ആരോ ചോദിച്ചില്ല. ഫർസാന ഓക്കെ ആയോ? എന്താണ് JCIയുടെ അക്രഡിറ്റേഷൻ നേടുന്നതിന് എന്താണ് മെഡിക്കൽ പ്രാക്ടീസ്, പേഷ്യന്റ് സേഫ്റ്റി, എന്താണ് സ്ട്രക്ചറൽ സേഫ്റ്റി, ലീഡർഷിപ്പ് ഇൻവോൾവ്മെന്റ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസിൽ നമ്മുടെ ഈ അക്രഡിറ്റേഷൻ നേടുന്നത് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്നില് പിറ്റ്ഫോൾ, പഴുതുകളുണ്ട്, അല്ലെങ്കിൽ പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കുകയില്ല. ഓക്കെ അല്ലേ?
ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് organization don't know always how to start and where to begin the JCI accreditation process അല്ലെ. ആദ്യമായിട്ട് ഒരു അക്രഡിറ്റേഷൻ കരസ്ഥമാക്കാൻ പോകുന്ന അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വിധേയമാകാൻ പോകുന്ന ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അതിനെ കുറിച്ച് വല്ല അറിവുണ്ടാവോ? ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്, എന്താണ് ഓർഗനൈസേഷൻ. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഈ ഒരു നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 6 മാസത്തെ എന്താണ് ഡിപ്ലോമ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിപ്പിക്കുകയാണ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെസ്സേജസും ഒക്കെ വന്നപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടായോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടൊക്കെ വിളിച്ചു ചോദിച്ചു അല്ലെ, PROയിലേക്കും ഓഫീസിലേക്കൊക്കെ ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടി അല്ലെ, ഒരു ഏകദേശ ധാരണ കിട്ടി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അല്ലെ. ഒരു പേയ്മെന്റ് ഒക്കെ അടച്ചതിന് ശേഷം ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു അല്ലെ. ആണോ? പറയും. ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 80% ഒരു ധാരണ കിട്ടിയില്ലേ, ഇന്നതാണ് അല്ലെ. ഈ കോഴ്സിനെ കുറിച്ച് ഒരു 80% നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയില്ലേ ആണോ? അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനും പുറപ്പെടുമ്പോ അല്ലെ, എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും നമുക്ക് എന്താണ് അതിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ആയിരിക്കും അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ജോലി അന്വേഷിക്കുമ്പോൾ എന്താണ് നമുക്ക് ചിലപ്പോ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആരെ കൺസൾട്ട് ചെയ്യും? ഒരുപാട് ജോബ് കൺസൾട്ടൻസിനെ നമ്മൾ സമീപിക്കാറുണ്ടോ? ഓഫീസുകളിൽ സമീപിക്കും അല്ലെ. എന്നിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിടും അല്ലെ. ആണോ? എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ മിസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, organization don't know always how to start and where to begin the JCI accreditation process അല്ലെ. ആ ഒരു JCI accreditation process എങ്ങനെ തുടങ്ങണമെന്ന് അല്ലെ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർഗനൈസേഷനുകൾക്ക് എപ്പോഴും അറിയണമെന്നില്ല അല്ലെ. അപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽസ്, പ്രൈമറി കെയർ സെന്റേഴ്സ്, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, അതായത് ഡേ കെയേഴ്സ് അല്ലെ. നമുക്കറിയാം എന്താണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് എന്തൊക്കെ പെടുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ പെടുന്നുണ്ട് അല്ലെ. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ പെടുന്നുണ്ട്, ഡയാലിസിസ് സെന്റേഴ്സ് ഒക്കെ പെടുന്നുണ്ട് അല്ലെ. ഡയാലിസിസ് സെന്റേഴ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്തില് നമുക്ക് ഈ ഒരു JCI അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മ പറഞ്ഞു 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് അല്ലെ JCI അക്രഡിറ്റേഷൻ നൽകുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽസ്, പ്രൈമറി കെയർ സെന്റേഴ്സ്, ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ഡേ കെയേഴ്സ് ക്യാൻ ഗോ ഫോർ JCI അക്രഡിറ്റേഷൻ. ഇവയ്ക്കൊക്കെ JCIയുടെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, നൽകുന്നുണ്ട്. The initial step of accreditation, JCI accreditation should be the serious commitment of the leadership towards the adoption of patient safety and quality care delivery. JCIയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് അല്ലെങ്കിൽ പ്രാഥമിക സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? രോഗികളുടെ സുരക്ഷ അല്ലെ. നമ്മൾ പറയുന്നതാണ്, എപ്പോഴും പറയുന്നതാണ് JCIയുടെ മെയിൻ എയിം എന്താണ്? വേൾഡ് വൈഡ് കമ്മ്യൂണിറ്റിയില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും ലഭ്യമാക്കുക അല്ലെ. അല്ലെ, ഗുണനിലവാര പരിചരണവും ലഭ്യമാക്കുക അല്ലെ. അപ്പൊ എന്താണ് JCIയുടെ പ്രാഥമിക സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രാഥമിക ലക്ഷ്യം എന്നത് രോഗിയുടെ സുരക്ഷിതവും ഗുണനിലവാരമുള്ള പരിചരണം നൽകുന്ന നേതൃത്വത്തിൽ പ്രതിബദ്ധത ഉള്ളതായിരിക്കും എന്നുള്ള തത്വത്തില് അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും JCIയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ ഒരു പോയിന്റ് നമുക്ക് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നുണ്ട്. എന്താണ്? JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്താണ് ആ ഒരു ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണമെന്നില്ല. അവിടെ അത് വിട്ടേക്കാണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, അതിന്റെ വരുന്നുണ്ട് കേട്ടോ. ഇനി
Selection of the experts or advisors plays an important role for the hospital in their journey of JCA accreditation. With a successful JCA accreditation survey result, cultural change within a speculated time period. അല്ലെ, ഇവിടെ നോക്കിയേ, നമ്മ പറഞ്ഞു നമുക്ക് ജോലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മ ജോബ് കൺസൾട്ടൻസിനെ സമീപിക്കാറുണ്ട് അല്ലെ, അല്ലേ? നേരത്തെ പറഞ്ഞു. അതേപോലെ എന്ത് ചെയ്യുന്നെന്ന്, JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അറിയണമെന്നില്ല എന്ന് പറഞ്ഞ അവിടെ ഒരു സെന്റൻസ് മിസ് നിർത്തിയിട്ടുണ്ട് അല്ലേ? അവിടെ ഒരു സെന്റൻസ് മിസ് നിർത്തിയല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നത്, എ സെലക്ഷൻ ഓഫ് എക്സ്പേർട്ട് ഓർ അഡ്വൈസേഴ്സ് അല്ലെ, ഏതെങ്കിലും ഉപദേശകരുടെയോ അല്ലെങ്കിൽ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെയോ എന്ത് സഹായം അല്ലെ സ്വീകരിക്കുക. അവരുടെ ആ ഒരു JCI, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ആ ഒരു JCIയുടെ അംഗീകാരം ലഭിക്കുന്നതിനുള്ള ആ ഒരു യാത്രയില് അവരുടെ എക്സ്പേർട്സിന്റെയോ അല്ലെങ്കിൽ അഡ്വൈസറി സർവീസുകളുടെയോ സേവനം ആവശ്യപ്പെടുന്നു അല്ലെ, സീക്ക് ചെയ്യുന്നു, അന്വേഷിക്കുന്നു. വിത്ത് എ സക്സസ്ഫുൾ JCI സർവേ റിസൾട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ സഹായം അവർ വാങ്ങുന്നത്? ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അക്രഡിറ്റേഷൻ സർവേ റിസൾട്ട് ലഭിക്കാനായിട്ട് അല്ലെ. നമുക്ക് അറിയാത്തവരുടെ സഹായം ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടണമെന്നുണ്ടോ? കിട്ടണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അതിനെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരുടെയോ അല്ലെങ്കിൽ ഉപദേശകരുടെയോ അല്ലെ അഡ്വൈസറി സർവീസുകളുടെയോ സേവനം നോക്കിക്കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു JCI അക്രഡിറ്റേഷൻ സർവേ കരസ്ഥമാക്കുന്നു. റിസൾട്ട് കൾച്ചറൽ ചേഞ്ച് വിത്തിൻ എ സ്പെക്കുലേറ്റഡ് ടൈം പീരീഡ് അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളിൽ അവരിൽ എന്താണ് കൾച്ചറൽ ചേഞ്ചസ്. ഇപ്പൊ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ പ്രോസസ്സ് നടത്താൻ പോകുകയാണ്. അവർ ആ ഒരു ഓൺസൈറ്റ് സർവേ കണ്ടക്ട് ചെയ്യാൻ പോകുകയാണ്. പെട്ടെന്ന് അവർ ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് അത് നടത്താൻ പറ്റുമോ? ആ ഒരു ഹോസ്പിറ്റലില് നടത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും, എന്താണ് നമ്മുടെ സ്റ്റാഫുകളുടെ ബിഹേവിയറിൽ വരുത്തേണ്ടതുണ്ടായിരിക്കും അല്ലെ. അവിടുത്തെ ഫെസിലിറ്റീസില്, അവിടുത്തെ എന്താണ് സർവീസുകളിൽ അല്ലെ, എക്യുപ്മെന്റുകളിൽ അല്ലെ. ആണോ? പെട്ടെന്ന് ചെന്ന് അവർക്ക് ഇന്ന ദിവസം നമ്മുടെ ഹോസ്പിറ്റലില് JCIയുടെ സർവേ ഓൺസൈറ്റ് സർവേ നടക്കാമെന്നൊരു ഡേറ്റ് എടുക്കാൻ പറ്റുമോ? ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ? അതിനുവേണ്ടി ഒരുപാട് പേപ്പേഴ്സ് വർക്കുകൾ ചെയ്യേണ്ടി വരും അല്ലെ. ഒരുപാട് പേപ്പർ വർക്കുകൾ. അതല്ലാണ്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ എൻവിയോൺമെന്റിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും അല്ലെ. ഇല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു മാരേജ് ഫംഗ്ഷൻ നടത്താണെങ്കിൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നടത്താണോ ചെയ്യുന്നത്? ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി നടത്താണെങ്കിൽ അല്ല. നമ്മുടെ വീട്ടിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലെ. പെയിന്റ് ചെയ്യും, ഫർണിച്ചേഴ്സ് മാറ്റും അല്ലേ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടല്ലേ ആ കല്യാണം ആവുമ്പോഴേക്കും, ആ ഒരു മാരേജ് ഫംഗ്ഷൻ ആവുമ്പോഴേക്കും നമ്മുടെ വീട് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ. ആണോ? അതേപോലെ അപ്പൊ അതിലും ഉയർന്ന ഒരു കാര്യമാണല്ലേ ഇവിടെ നടക്കുന്നത്. JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടുക, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ആ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത് അല്ലെ വേൾഡ് വൈഡ് അവർക്ക് എന്താണ് ഒരു ബെഞ്ച് മാർക്ക് കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടി അവരെന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് അല്ലെ, എന്താണ് രോഗികളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തില് അല്ലെ, പിന്നെന്താണ് പരിചരണത്തിന്റെ ഗുണനിലവാരത്തിന്റെ കാര്യത്തില്, സ്റ്റാഫുകളുടെ ബിഹേവിയർ അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തില്, പിന്നെ അവിടുത്തെ നവീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തി. ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തി. ആ ഒരു അഡ്വൈസറി ആ ഒരു ഉപദേശകരുടെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പേർട്ടുകളുടെ ഉപദേശപ്രകാരം ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതായി വരുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? മിസ്സത്തെ എടുത്ത ഭാഗം ഓക്കെ ആണോ?
എവിടെയെങ്കിലും മനസ്സിലാവായികയോ വീണ്ടും പറഞ്ഞു തരേണ്ട ഏരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? മിസ് ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. മിസ്